നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ നീ എന്നെക്കുറിച്ച് ഒരുപാട് അന്വേഷണം നടത്തിയല്ലേ? എന്നാലേ നീ കേട്ടത് പലതും ശരിയാ. ഞങ്ങൾ തമ്മില് അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്താ നീ ഷോക്കേറ്റ പോലെ നിൽക്കുന്നേ? നിനക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യണ്ടേ? ഇനിയുണ്ട് ഞങ്ങൾക്കിടയില് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങൾ. അതൊന്നും അന്വേഷിച്ച് നീ വേറെ അങ്ങോട്ടും പോണ്ട. എന്നോട് തന്നെ ചോദിച്ചാ പോരെ, ഒക്കെ ഞാൻ തന്നെ പറഞ്ഞുതരില്ലേ? അവനെ കണ്ടെടുത്തത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലത്തുനിന്നാ. അവനെ ഞാൻ എന്റെ കൂടെ നിർത്തി, വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇപ്പൊ അവൻ എന്റെ മുകളിലേക്ക് വല്ലാതങ്ങ് വളർന്ന് പന്തലിച്ചു പോയി. അവൻ സ്നേഹയെ വിവാഹം കഴിച്ചത് എനിക്ക് തീരെ സഹിച്ചില്ല. അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ? എന്നിട്ടും അവൻ സ്നേഹയെ പ്രേമിച്ച് വിവാഹം കഴിച്ചെങ്കിൽ അവൻ എന്നേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് മുകളിൽ വളരാൻ ഞാൻ അവനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ പോലെ അവരെ എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ അവൻ നന്മയുടെ പ്രതിരൂപമായിട്ടാണല്ലോ നിന്റെ മുന്നിൽ അഭിനയിക്കുന്നത്. നിന്റെ മുന്നിൽ മാത്രമല്ല, സ്നേഹയുടെയും ഇവിടുത്തെ മറ്റെല്ലാവരുടെയും മുന്നിൽ. പക്ഷെ എനിക്കറിയാം അവന് മാറാൻ കഴിയില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. സ്നേഹ അവനെ പൂർണ്ണമായും മാറ്റിയെടുത്തു കഴിഞ്ഞു. ഇനി അവർക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അവർ പൂർണ്ണമായും ഭാര്യ ഭർത്താക്കന്മാരായി ഈ നെല്ലിശ്ശേരിയിൽ തന്നെ ജീവിച്ചു തുടങ്ങും. തടയാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ അറിഞ്ഞതും കേട്ടതും ഒക്കെ എന്റെ മനസ്സിൽ തന്നെ അടക്കി വെക്കേണ്ടി വരുന്നതാ എന്റെ ഇപ്പോഴത്തെ ശാപം. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനാ. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തില് നിങ്ങളുടെ ഒരു ഇടപെടലും ഇനി ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ തടസ്സപ്പെടുത്തി അവരുടെ ശാന്തി മുഹൂർത്തം ഉടൻ തന്നെ നടക്കും. ഞാൻ നടത്തും. എന്റെ മുന്നിൽ ഇതും പറഞ്ഞോണ്ട് വന്നാലേ നിന്നെ കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. നിന്റെയും ധനുഷിന്റെ കാര്യം ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഏട്ടത്തെ പറഞ്ഞെങ്കില് അതെന്തേലും കുറ്റമായിരിക്കും. പറഞ്ഞ ഞാനല്ല, നിന്റെ അർച്ചനയെടുത്തിയാ. നീയും ധനുഷും തമ്മിൽ മരിച്ചാലും പിരിയാത്ത സ്നേഹമാണെന്നാ അർച്ചന പറയുന്നത്. എന്താ സംശയം? ഞാൻ കണ്ടിടത്തോളം സ്നേഹയും ധനുഷും തമ്മില് നല്ല സ്നേഹത്തിലാ, അല്ലേ? അതെ, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരിടത്തും പോവാതെ ഫുൾ ടൈം എന്റെ കൂടെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിരിക്കണമെന്നാ അവന്റെ ആഗ്രഹം. ഞാൻ ധനുഷിന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ അർത്ഥമില്ലാതായി പോയതെന്നാ അവൻ പറയുന്നത്. എല്ലാ പുരുഷന്മാരുടെയും മാറ്റത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.